ഇന്നലെ നമ്മുടെ ഷോപ്പിലെ നമ്പറിൽ ഒരു മെസ്സേജ് വന്നായിരുന്നു. മലപ്പുറത്തെ ഒരു കുട്ടിയാണ് മെസ്സേജ് അയച്ചത്. നമ്മുടെ ഷോപ്പിലെ സാധനത്തിന്റെ റേറ്റും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചിട്ട് അത് നമുക്കൊരു 10,000 രൂപയുടെ ലിസ്റ്റ് ഓർഡർ തന്നു. അപ്പം അതിനുശേഷം ആ കൊച്ചിനോട് ചോദിച്ചു, കടമായിട്ട് തരാൻ പറ്റുമോ, ഒരു 1 മന്തിനുള്ളിൽ നമുക്ക് ആ പേയ്മെന്റ് ആ കൊച്ച് തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അത് സ്റ്റാർട്ടിങ് ആയിട്ട് ഫസ്റ്റ് ടൈം ഒരു ക്രാഫ്റ്റ് ഫീൽഡിലോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന ഒരു കൊച്ചാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അത് പോസിബിൾ അല്ല, നമ്മളങ്ങനെ കടം കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു വീട്ടിലെ സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പഠനത്തോടൊപ്പം തന്നെ അതിന് ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് അതിനൊരു വീതം കണ്ടെത്താനാണ്, ഒരു ലാഭം കണ്ടെത്തി പഠിക്കാനായിട്ടാണെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മൾ അപ്പോഴും പറഞ്ഞു പോസിബിൾ അല്ല, കടം ഇങ്ങനെ കൊടുത്തിട്ടില്ല ഇതുവരെ, അപ്പം കടം കൊടുക്കത്തില്ല എന്ന് ഇങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചു. പക്ഷെ അതിനുശേഷം അതിന്റെ ആ പഠനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോഴത്തേക്കും അത് പറഞ്ഞു ഫസ്റ്റ് ടൈമാണ് അത് ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. അപ്പോഴത്തേക്കും അതിന്റെ ആ ലാഭം കിട്ടുമ്പോൾ തന്നെ ഇല്ലെങ്കിൽ 1 മന്തിനുള്ളിൽ തന്നെ ആ കൊച്ചിന് പൈസ തിരിച്ചു തരാം എന്നുള്ള രീതി ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു ഓക്കെ, അങ്ങനെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ സ്ഥാപനം ഒരു തീരുമാനം എടുത്തു, അതിന് സാധനം അയച്ചു കൊടുക്കാന്ന് എടുത്തു. അപ്പൊ അത് നമ്മുടെ ആധാർ കാർഡും അതുപോലെയുള്ള പ്രൂഫും ഒക്കെ നമ്മൾ മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു വിശ്വാസത്തിന് പുറത്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇനി ഇങ്ങനെ ഉള്ള രീതിയിൽ എന്ന് വെച്ചാൽ വളരെ സാമ്പത്തികമായിട്ട് വീട്ടിലൊട്ടുമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കാണും, പക്ഷെ അവരുടെ അതിനുള്ള സാമ്പത്തികം ഒട്ടും കാണത്തില്ല. അപ്പൊ അങ്ങനെ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള അല്ലെ ഒട്ടും സാമ്പത്തികം ഇല്ലാത്ത ഇതേപോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്, നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. കാരണം പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആരും മുൻപോട്ട് ഇറങ്ങാതിരിക്കാൻ പാടില്ല. അപ്പൊ അവർക്ക് അങ്ങനെ മുൻപോട്ട് ഇറങ്ങണം, പക്ഷെ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആരും വിഷമിച്ചിരിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്ഥാപനം എടുത്തൊരു തീരുമാനമാണ്, അങ്ങനെ ആരെങ്കിലും നമ്മുടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഒരു 1 മന്തിനുള്ളിൽ നിങ്ങൾ പൈസ നമുക്ക് തന്നാൽ മതി. അപ്പം അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർ, അത് ഞാൻ എടുത്തു പറയാണ്, സാമ്പത്തികം വളരെ മോശമായിട്ടുള്ളവർ, അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു വിശ്വാസത്തിന് പുറത്ത് നമ്മളത് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് മെസ്സേജ് അയച്ചാൽ നമുക്കത് തീർച്ചയായിട്ടും സന്തോഷത്തോടുകൂടി ചെയ്തു കൊടുക്കാൻ പറ്റും.